ഇൻസ്റ്റഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സ് വേണോ നിങ്ങളുടെ അക്കൗണ്ടിൽ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് സേഫ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിനൊന്നും ഒരു പ്രോബ്ലം വരത്തില്ല. കാരണം നമ്മുടെ അക്കൗണ്ട് നമ്മൾ എങ്ങും ലോഗിൻ ചെയ്യുന്നില്ല. സേഫ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോളോവേഴ്സ് കൂട്ടാവുന്നതാണ്, ലൈക്സും കൂട്ടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും അവസാനം വരെ കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ മച്ചാന്മാരെ, അപ്പം വീഡിയോയ്ക്ക് എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലല്ല കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷൻ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക്. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് ലോഡായി വരും. ഇവിടെ ഒരു ടാസ്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കേരള ബൂസ്റ്റർ ഇൻസ്റ്റാഗ്രാം പേജ് വരും. അതിൻ്റെ ഫോളോയിങ് ലിസ്റ്റ് 25 പേരെ ഫോളോ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യണം. മച്ചാൻ വരെ എനിക്കിതിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അതുകൊണ്ട് എനിക്കിത് കാണിച്ചു തരാൻ പറ്റത്തില്ല ഇതെങ്ങനെ അൺലോക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതെങ്ങനെ അൺലോക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഉണ്ട്, അത് താഴെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഈ വീഡിയോയുടെ നടുക്ക് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ പ്ലേ ആവും. എന്നിട്ട് നിങ്ങൾ ആ 1 മിനിറ്റിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണിത് കണ്ടോ, ഇതെങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോയിലുണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്താലേ ഇത് അൺലോക്ക് ആവുള്ളൂ. ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് എല്ലാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അൺലോക്ക് ആയിട്ട് ഏത് പേജിലേക്കാണ് ഫ്രീ ഫോളോസ് ഇടുന്ന പേജിലേക്കാണ് വരുന്നത്, ആ പേജ് ഏതാണെന്ന് കാണിച്ചൊരു പേജിലേക്ക് വരും. ഇതേപോലത്തെ പേജിലേക്കാണ്. ഈ ഒരു സൈറ്റിൻ്റെ ഒരു പ്രോബ്ലം അല്ല, കുറച്ച് അഡ്വർടൈസ് വരും. അത് കാര്യമാക്കണ്ട, ജസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് താഴോട്ട് നിൽക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം ഓട്ടോ ലൈക്കർ ഓട്ടോ കമൻറ്റ്സ് ആൻഡ് ഓട്ടോ ഫോളോവർ എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. ഇതാണ് ആ ബോക്സ്. അവിടെ എഴുതിയിരിക്കുന്നുണ്ട് യൂസർ നെയിം ഹിയർ എന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ആ ബോക്സിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ജസ്റ്റ് എൻ്റർ ചെയ്യുക. നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ സേഫ് ആണ്, കാരണം നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് പാസ്വേഡോ ഒന്നുമേ നമ്മൾ എങ്ങും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസർ നെയിം ഹിയർ എന്നുള്ളടത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം കേട്ടോ ഗായ്സ്, പബ്ലിക് ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. യൂസർ നെയിം എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് താപ്പോട്ട് സ്ക്രോൾ ചെയ്യുക. താപ്പോട്ട് സ്ക്രോൾ ചെയ്താൽ സെർച്ച് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കുക. ആ ഒരു സെർച്ച് അക്കൗണ്ട് എന്നുള്ള താഴത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കിഡിലൻ സൈറ്റാണ് കേട്ടോ, സൂപ്പർ സൈറ്റാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് താപ്പോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുക ഒരു 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൺ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നമ്മളിതിൽ ക്രെഡിറ്റ് വെച്ചിട്ടാണ് ഫോളോവർ കൂട്ടുന്നത്. ഇപ്പോൾ 10 ഫോളോവറിന് ഇത്ര ക്രെഡിറ്റ്, 10 ലൈക്സിന് ഇത്ര ക്രെഡിറ്റ്, അങ്ങനെയാണ്. പിന്നെ ബൂസ്റ്റ് പ്രൊഫൈലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കളക്ട് ചെയ്ത ക്രെഡിറ്റ് വെച്ചിട്ട് നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ചെയ്യുക, അതായത് ഫോളോവർ കൂട്ടാം. പിന്നെ നമുക്ക് വ്യൂ പ്രൊമോഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 10 ഫോളോവറിന് ഓർഡർ ചെയ്താൽ അത് എത്രയൊക്കെ കയറിയെന്ന് ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഡാഷ്ബോർഡ് ഉണ്ട്. അതെല്ലാം കൂടെ നമുക്ക് അതിനകത്ത് ഫുൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ക്രെഡിറ്റ് കളക്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് 10 ഫോളോവറിന് എത്ര ക്രെഡിറ്റ് വേണമെന്ന് അറിയണമല്ലോ. അതിന് വേണ്ടി നമുക്കിവിടെ ബൂസ്റ്റ് പ്രൊഫൈൽ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്തൊരു പേജിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വരിക, ജസ്റ്റ് താപ്പോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സെലക്ട് ബൂസ്റ്റ് ടൈപ്പ് ഉണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കണ്ടോ ഇൻസ്റ്റഗ്രാം ഫോളോസ്, ഇൻസ്റ്റഗ്രാം ലൈക്സ്, ഇൻസ്റ്റഗ്രാം റീൽസ് വ്യൂസ്. ഞാനിവിടെ ഇൻസ്റ്റഗ്രാം ഫോളോസ് ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. 10 നമ്പർ ഓഫ് ഫോളോവർ ഞാൻ 10 കൊടുത്തേക്കുന്നത്. 10 ഫോളോവറിന് ഏകദേശം ഒരു ഫോളോവറിന് 2 ക്രെഡിറ്റ് ആണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 2 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 1 ഫോളോവർ കൂട്ടാം. അപ്പോൾ 20 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 10 ഫോളോവർ, അങ്ങനെ എന്തോ അല്ലേ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 20 ക്രെഡിറ്റ് കളക്ട് ചെയ്യാം 10 ഫോളോവർ കൂട്ടാൻ. 2 ക്രെഡിറ്റ് ആണ് 1 ഫോളോവറിന്. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമുക്ക് ക്രെഡിറ്റ് കളക്ട് ചെയ്യാം. ഓക്കെ, 1 ഫോളോവറിന് 2 ക്രെഡിറ്റ് ആണ് വേണ്ടത്. അപ്പം 20 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 10 ഫോളോവർ, അങ്ങനെ. അപ്പോൾ നമുക്കിവിടെ ഏൺ ക്രെഡിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഏൺ ക്രെഡിറ്റ് എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ജസ്റ്റ് അഡ്വർടൈസ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ താപ്പോട്ട് സ്ക്രോൾ ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ ഒരു ടാസ്ക് വരും കണ്ടോ. ഓരോ അക്കൗണ്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് 2 ക്രെഡിറ്റ് വീതമാണ് കിട്ടുന്നത്. ഓരോ അക്കൗണ്ട് ഫോളോ ചെയ്യുമ്പോൾ 2 ക്രെഡിറ്റ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്കാണ് പോകുന്നത്. എനിക്ക് ഇൻസ്റ്റഗ്രാം ഓപ്പൺ സ്ക്രീനിൽ കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ബ്ലറാക്കി വെക്കുകയാണ്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ ബ്ലറാക്കി വെക്കുകയാണ്. ഫോളോസ് വരുന്നതിൻ്റെ പ്രൂഫോ ഒന്നും എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നതുകൊണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങൾ പോയി ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ സൈറ്റ് വഴി ഫോളോവർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഫോളോ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ എത്ര ക്രെഡിറ്റ് കിട്ടിയെന്ന് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ
ഒന്നുകൂടെ ഫോളോ ആൻഡ് വെരിഫൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ വരികയാണ്. അവിടെ അതിനെ ലൈക്ക് അടിക്കുകയാണ്. ഓക്കെ, 2 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 ക്രെഡിറ്റ് ആയി. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ഒരു 20 ക്രെഡിറ്റ് കളക്ട് ചെയ്തിട്ട് വരാം. ടൈം ഡിലേ ആക്കണ്ടല്ലോ, കുറച്ച് ക്രെഡിറ്റ് കളക്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, കളക്ട് ചെയ്യട്ടോ. അങ്ങനെ മച്ചാന്മാരെ നമ്മൾ ഏകദേശം 21 ക്രെഡിറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരെയൊക്കെ ഞാൻ ഫോളോ ചെയ്ത് ഇങ്ങനെ ക്രെഡിറ്റ് കളക്ട് ചെയ്ത് അത്രയേ ഉള്ളൂ. അപ്പം മച്ചാന്മാരെ എന്തായാലും നമുക്ക് ഇനി ആ ഒരു ക്രെഡിറ്റ് വെച്ചിട്ട് നമുക്ക് ഫോളോവേഴ്സ് എങ്ങനെ ഓർഡർ ചെയ്യുക എന്നുള്ളത് പരിചയപ്പെടാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് മേലോട്ട് സ്ക്രോൾ ചെയ്യുക. ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ബൂസ്റ്റ് പ്രൊഫൈൽ എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ബൂസ്റ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സെലക്ട് ബൂസ്റ്റ് ടൈപ്പ് എന്നുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോളോവർ ആണോ ലൈക്സ് ആണോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ ഫോളോവർ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരികയാണെങ്കിൽ ഇവിടെ എത്ര ഫോളോവർ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ജസ്റ്റ് ഒരു 10 എൻ്റർ ചെയ്യുന്നു. കാരണം 10 ഫോളോവർ, ഒരു ഫോളോവർ കൂട്ടണമെങ്കിൽ 2 ക്രെഡിറ്റാണ് നമുക്ക് വേണ്ടത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു 10 ഫോളോവർ കൂട്ടണമെങ്കിൽ 20 ക്രെഡിറ്റ് വേണം. അപ്പോൾ ഞാനിവിടെ 10 എൻ്റർ ചെയ്തു. ജസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് ഫോളോവർ ആണ് ചോദിക്കുന്നത്, എത്ര ഫോളോവറാണ് വേണ്ടതെന്നുള്ളത് അത് എൻ്റർ ചെയ്യുക. 40 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 20 ഫോളോവർ കൂട്ടാം. എൻ്റെ 21 ക്രെഡിറ്റ് ഉണ്ട്. ഞാൻ അപ്പോൾ ഇതുകൊണ്ട് 10 ഫോളോവറാണ് കൂട്ടുന്നത്. അപ്പം നമ്പർ ഓഫ് ലൈക്സ് എന്നാണ് എഴുതിക്കുന്നത്. സോ അവിടെ നമ്മൾ എത്ര ഫോളോവറാണ് വേണ്ടതെന്നുള്ളത് എൻ്റർ ചെയ്യുക. എനിക്ക് 10 ഫോളോവറാണ് വേണ്ടതുകൊണ്ട് ഞാൻ 10 എൻ്റർ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരികയാണെങ്കിൽ ഇവിടെ ആഡ് പ്രൊമോഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്രൊമോഷൻ സക്സസ് ആയി. യുവർ പ്രൊമോഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ആഡഡ്. ഓക്കെ, ഇനി പറയുന്നത് വ്യൂ പ്രൊമോഷൻ പേജ്. അതായത് നമ്മൾ പ്രൊമോഷൻ പേജിൽ പോയി ചെക്ക് ചെയ്തോളൂ. അവിടെ നമുക്ക് ഈ ഫോളോവർ കയറുന്നതൊക്കെ അറിയാൻ പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ മേലോട്ട് നീക്കുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ്സ് ഇവിടെ 0 ആയിട്ടുണ്ട്. 0 അല്ല, 21 ഉണ്ടായിരുന്നു. 20 ക്രെഡിറ്റ്സ് കൊടുത്ത് 10 ഫോളോവർ കൂട്ടിയപ്പോൾ ബാക്കി ബാലൻസ് ഒരു ക്രെഡിറ്റേ ഉള്ളൂ നമുക്ക്. ഇനി ഫോളോവർ കൂട്ടണമെങ്കിൽ ഇനി നമുക്ക് ആ ഒരു സെക്ഷനിൽ പോയിട്ട് കോയിൻ കളക്ട് ചെയ്യാവുന്നതാണ്. ഓരോരുത്തരെ ഫോളോ ചെയ്ത് കോയിൻ കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് പ്രൊമോഷനിൽ ഫോളോവറൊക്കെ കയറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വ്യൂ പ്രൊമോഷൻ എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ പരസ്യം വരികയാണെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്യുക. ജസ്റ്റ് താപ്പോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത ഹിസ്റ്ററി ഇവിടെ കാണാൻ സാധിക്കും. ഒരു ഫോളോവർ ഇപ്പോൾ തന്നെ കയറി. ഞാൻ നേരത്തെ ഒരു 10 ഫോളോവർ ഓർഡർ ചെയ്ത് അത് കംപ്ലീറ്റും ആയിട്ടുണ്ട്. അപ്പോൾ കിഡിലെ സൈറ്റാണ്. സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫോളോവർ കൂട്ടാം.